ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് ബാക്ക് ടു സ്കൂൾ ക്രാഫ്റ്റ് ആയിട്ടാണ്. വേസ്റ്റാക്കി കളയുന്ന ഐറ്റംസ് യൂസ് ചെയ്തിട്ടാണ് കൂടുതലും ഈ ഒരു ക്രാഫ്റ്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് തന്നെ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ തുടർന്ന് കാണാം കേട്ടോ. ഫസ്റ്റ് തന്നെ ഒരു പെൻസിൽ ബോക്സ് ഉണ്ടാക്കിയെടുത്താലോ. അപ്പോൾ പെൻസിൽ ബോക്സ് ഉണ്ടാക്കാനായിട്ട് ഇതുപോലൊരു കാർഡ്ബോർഡ് ബോക്സാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കണ്ടില്ലേ, ഈ ഒരു മെഷർമെൻറ്റിലാട്ടോ ഈ ഒരു കാർഡ്ബോർഡ് ഓൾറെഡി ഫോൾഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ പോയപ്പോൾ ഉമ്മിച്ചി കത്തിക്കാനിട്ടൊരു സംഭവമായിരുന്നു. അപ്പോൾ അത് ഞാൻ അടിച്ചു മാറ്റി കൊണ്ടുവന്നതാണ് കേട്ടോ. കണ്ടപ്പോൾ ഭയങ്കര ക്യൂട്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. കാരണം ഓൾറെഡി അതിൽ 2 കോളംസ് ഉണ്ട് ഈ ഒരു ബോക്സിൽ. അപ്പോൾ എൻ്റെ തലയിൽ ഉദിച്ചതാണ് കേട്ടോ ഇതൊരു പെൻസിൽ ബോക്സായിട്ട് കൺവേർട്ട് ആക്കാന്നുള്ളത്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഫുള്ളായിട്ട് ഈ ഒരു മജന്ത കളറ് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആ ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്യുന്ന ഭാഗത്ത് പെയിൻറ്റ് അടിക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായില്ല. ആ ഒരു പെയിൻറ്റ് വെറുതെ വെസ്റ്റാക്കി കളഞ്ഞു. ഇനി ആ ഒരു പോർഷനിൽ ഇതുപോലെ ഡബിൾ സൈഡ് ടേപ്പ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് 2 സൈഡും കൂടി കൂട്ടി ഒട്ടിക്കുക കേട്ടോ. ഡബിൾ സൈഡ് ടേപ്പിന് പകരമായിട്ട് ഫെവിക്കോൾ അപ്ലൈ ചെയ്താലും മതി. ഇനി ഇതിൻ്റെ ഒരു ഭാഗം നമുക്ക് ഇതുപോലെ ഒന്ന് ഉള്ളിലേക്കാക്കി ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ട് സെലോ ടേപ്പ് വെച്ചിട്ട് സെക്യൂർ ചെയ്ത് കൊടുക്കാം. സെലോ ടേപ്പിന് പകരമായിട്ട് ഫെവിക്കോൾ യൂസ് ചെയ്യാം. അപ്പോൾ കുറച്ച് ടൈം ഒന്ന് വയ്ക്കണം എന്ന് മാത്രമേ ഉള്ളൂ ഫെവിക്കോൾ യൂസ് ചെയ്യുന്ന ടൈമിൽ. പിന്നെ പെയിൻറ്റിൻ്റെ മുകളിൽ ഈ ഒരു സെലോ ടേപ്പ് ഒട്ടിച്ചതുകൊണ്ട് തന്നെ കുറച്ച് ടൈം കഴിഞ്ഞപ്പോൾ അതിങ്ങനെ പറഞ്ഞു പോന്നു കേട്ടോ. പിന്നീട് ഞാൻ അത് ഗമ്മൊന്നും അപ്ലൈ ചെയ്തില്ല. അത് ആ ഒരു രീതിയിൽ തന്നെ ഫോൾഡ് ചെയ്ത് വെച്ചു. ഇനി നമുക്ക് കുറച്ച് സ്റ്റിക്കേഴ്സ് കൂടി ഒട്ടിക്കാനുണ്ട്. എന്നാലേ നമ്മുടെ പെൻസിൽ ബോക്സ് കുറച്ച് ക്യൂട്ടായിട്ടിരിക്കുള്ളൂ. അപ്പോൾ ഈ ഒരു സ്റ്റിക്കേഴ്സൊക്കെ ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് നമ്മുടെ പഴയ മാഗസിൻസ് ഉണ്ടല്ലോ, കളിക്കുടുക്ക, മാജിക് പോട്ട്, അതുപോലുള്ള കുട്ടികളുടെ മാഗസിൻസിൽ നിന്ന് കട്ട് ചെയ്തിട്ടുള്ള സ്റ്റിക്കേഴ്സാണ്. അപ്പോൾ ഇത് വാട്ടർ പ്രൂഫ് ആക്കണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ കുറച്ച് സെലോ ടേപ്പ് ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇത് ഞാൻ വാട്ടർ പ്രൂഫ് ആക്കിയിട്ടില്ല. ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നല്ല വീതിയുള്ള സെലോ ടേപ്പ് മൊത്തത്തിൽ ഒട്ടിച്ചു കൊടുത്തിട്ട് വാട്ടർ പ്രൂഫ് ആക്കാം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമ്മുടെ പെൻസിൽ ബോക്സ് കുറച്ചും കൂടി ലാസ്റ്റ് ചെയ്യും. കുട്ടികളുടെ മാഗസിൻസിലെ കാണാറില്ലേ ഡിഫറൻസ് കണ്ടുപിടിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ ഡിഫറൻസ് കണ്ടുപിടിക്കാനായിട്ട് കുറച്ച് കൊടുത്തിട്ടുള്ള ക്യൂട്ടായിട്ടുള്ള സ്റ്റിക്കേഴ്സ് ആയിരുന്നത്. അപ്പോൾ അതെല്ലാം ഞാൻ കട്ട് ചെയ്ത് ഇതുപോലെ എടുത്ത് വെച്ചിട്ടോ. അപ്പോൾ ഈ ഒരു മജന്ത കളറിൽ ഈ ഒരു വൈറ്റ് സ്റ്റിക്കേഴ്സ് വന്നപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്, നല്ല ക്യൂട്ടായിട്ടുണ്ട്. കണ്ടില്ലേ, സിമ്പിളായിട്ടുള്ളൊരു പെൻസിൽ ബോക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് പേസ്റ്റിൻ്റെ കവറൊക്കെ യൂസ് ചെയ്തിട്ട് ഇതുപോലെ 2 or 3 കോളംസ് ഉള്ള പെൻസിൽ ബോക്സ് ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇതിന് അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട്. കണ്ടില്ലേ, സ്കെച്ച് വെച്ചിട്ട് തന്നെ കുറേ ഗ്യാപ്പ് ഉണ്ട് മുകളിലേക്ക്. അപ്പോൾ വലിയ പെൻസിലൊക്കെ ഇതിൽ വയ്ക്കാനായിട്ട് പറ്റും കേട്ടോ. പിന്നെ ഇതിന് മൊത്തമായിട്ടൊന്ന് സെലോ ടേപ്പിൽ കവർ ചെയ്തെടുത്താൽ കുറച്ചും കൂടി ലാസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഇനി നമുക്ക് സെക്കൻഡ് ക്രാഫ്റ്റ് കണ്ടാലോ. അപ്പോൾ സിബ്ലോ കവർ യൂസ് ചെയ്തിട്ടുള്ളൊരു പൗച്ചാണ് ഇത്. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഈ ഒരു സിബ്ലോ കവറിൻ്റെ മുകളിലുള്ള ഈ ഒരു പോർഷൻ ഫസ്റ്റ് എന്തൊന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അപ്പോൾ ആ ഒരു സെൻറ്ററിൽ വരുന്ന കുറച്ച് പോർഷൻ അവിടെ നിർത്തിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ജസ്റ്റ് ഇങ്ങനെ പിടിച്ച് തുറക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് എത്രത്തോളം വീതിയാണ് നമ്മുടെ പെൻസിൽ ബോക്സിന് വേണ്ടത് അതിനനുസരിച്ചിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി ആരും ഇതുപോലത്തെ സിബ്ലോ കവേഴ്സ് ഒന്നും കളയണ്ട കേട്ടോ. ഇതെനിക്ക് സ്ലേറ്റ് വാങ്ങിച്ചപ്പോൾ കിട്ടിയിട്ടുണ്ടായതാണ്. അപ്പോൾ ഇതിൻ്റെ അടിഭാഗം ഓപ്പൺ ആയതുകൊണ്ട് തന്നെ സെലോ ടേപ്പ് യൂസ് ചെയ്തിട്ട് ഒന്ന് സ്റ്റിക്ക് ചെയ്തിട്ട് സെക്യൂർ ആക്കി കൊടുക്കാം. അപ്പോൾ 2 പ്രാവശ്യം 2 സൈഡിൽ നിന്നും ഇതുപോലെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് സെലോ ടേപ്പ്. കണ്ടില്ലേ, ഇപ്പോൾ തന്നെ നമുക്കിതൊരു പൗച്ചായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. കണ്ടോ, നല്ല അടിപൊളി ഒരു സിമ്പിൾ പൗച്ചാണ്. നമ്മൾ സാധനങ്ങളൊക്കെ ഇതിനകത്ത് ഇടുകയാണെങ്കിൽ ഒന്നും പുറത്തേക്ക് പോകില്ല കേട്ടോ. അടിപൊളിയായിട്ടുണ്ട്. പക്ഷെ ഞാൻ ഈ ഒരു രീതിയിലല്ല നിങ്ങളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഞാനൊരു കവർ എടുത്തിട്ടുണ്ട് കേട്ടോ. തുണി വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ഒരു കവറാണ്. അപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗം എന്ന് പറയുന്നത് ഒരു പ്ലാസ്റ്റിക് കോട്ടിംഗ് ആണ്. ഉള്ളിലേക്കൊരു തുണിയുടെ മെറ്റീരിയലാട്ടോ വന്നിട്ടുള്ളത്. കാണാൻ നല്ല ഭംഗിയുള്ളൊരു പ്ലാസ്റ്റിക് കവറാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അടിഭാഗത്തുനിന്ന് അളവെടുത്തിട്ട് കട്ട് ചെയ്യുന്നതായിരുന്നു കുറച്ചും കൂടിയും ബെറ്റർ. അപ്പോൾ ആ ഒരു വൈറ്റ്
വൈറ്റ് റൈറ്റിങ്സ് ഒന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ കട്ട് ചെയ്തത് കേട്ടോ. പക്ഷേ ഒരു സൈഡിൽ ഇതുപോലെ വൈറ്റ് കുറച്ച് ഭാഗത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. എന്നാലും കുഴപ്പമില്ല, ലാസ്റ്റ് അതെല്ലാം കവർ ചെയ്ത് സെറ്റപ്പ് ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന ടൈമിൽ നമ്മളെടുക്കുന്ന കവറിൻ്റെ താഴെ പോർഷനിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാനായിട്ട് ട്രൈ ചെയ്യാം. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് എല്ലാ സൈഡിലും ഡബിൾ ടേപ്പ് യൂസ് ചെയ്തിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഫുള്ളായിട്ടൊന്ന് നിവർത്തി വച്ചിട്ടുണ്ട്. എന്നിട്ട് ഒരു ഭാഗം ഇതുപോലെ ഒന്ന് സ്റ്റിക്ക് ചെയ്യുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലും ഡബിൾ സൈഡ് ടേപ്പ് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ട് വീണ്ടും ഇതൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഈ ഒരു പൗച്ചിൻ്റെ സിബ് ലോക്ക് വരുന്ന ഭാഗമുണ്ടല്ലോ, അതായത് ആ ഒരു ടോപ്പ് പോർഷൻ, അവിടെയും ഈ ഒരു രീതിയിൽ ഡബിൾ സൈഡ് ടേപ്പ് യൂസ് ചെയ്തിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഡബിൾ സൈഡ് ടേപ്പ് യൂസ് ചെയ്തിട്ട് സ്റ്റിക്ക് ചെയ്യുന്നതാണ് കൂടുതൽ എളുപ്പം. ഇപ്പോൾ ഈ ഒരു പൗച്ചിൻ്റെ മുകളിലെ പോർഷനും കണ്ടില്ലേ, റൈറ്റ് സൈഡിലെ ടോപ്പ് പോർഷനും ബോട്ടം പോർഷനൊക്കെ സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ ഒരു സൈഡിലേക്ക് ഇതുപോലൊരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു കവറിൻ്റെ സൈഡ് കണ്ടില്ലേ, ഇങ്ങനെ തുണികൾ നമ്മൾ പതിപ്പിച്ചടിക്കില്ലേ, ആ ഒരു രീതിയിൽ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് വരാൻ വേണ്ടിയിട്ടാണ് ആ ഒരു പീസ് ഞാൻ കട്ട് ചെയ്ത് ഈ ഒരു രീതിയിൽ എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ താഴെ ഭാഗം ഓപ്പൺ ആണല്ലോ, അപ്പോൾ ആ ഒരു താഴെ ഭാഗത്ത് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു കവറിൻ്റെ താഴെ പോർഷനും കൂടി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വയ്ക്കുന്ന ടൈമിൽ ഇതിൻ്റെ ലെങ്ത്തുകൾ കറക്റ്റ് ആവുന്നുണ്ടായില്ലായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്ത് ചെറുതായിട്ട് കണ്ടില്ലേ ഒരു എൽ ഷേപ്പ് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഡബിൾ സൈഡ് ടേപ്പ് യൂസ് ചെയ്തിട്ടൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. ഈ ഒരു എൽ ഷേപ്പ് കട്ട് ചെയ്ത് കൊടുത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കവറിൻ്റെ സൈഡിൽ ജസ്റ്റ് ഒന്ന് പതിപ്പിച്ച് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്, എക്സ്ട്രാ ഒരു 1/4 ഇഞ്ചോളം. അപ്പോൾ ആ ഒരു പോർഷനാണ് ഈ രീതിയിൽ കട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഏകദേശം 2 സൈഡ് പോർഷനും ഇവിടെ കവർ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി താഴെയുള്ള പോർഷനാണ് കവർ ചെയ്യാനുള്ളത്. അതും നമുക്ക് ഡബിൾ സൈഡ് ടേപ്പ് തന്നെ യൂസ് ചെയ്തിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇത് കവർ ചെയ്യുന്ന ടൈമിൽ നമ്മൾ എടുക്കുന്ന ആ ഒരു കവറിൽ എഴുത്തോ സംഭവങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഒറ്റയടിക്ക് തന്നെ ഇത് സിമ്പിളായിട്ട് സ്റ്റിക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഇത് ഞാൻ ആ ഒരു എഴുത്തുകൾ സംഭവങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മാക്സിമം ശ്രദ്ധിച്ചത്. എന്നിട്ടും ഒരു സൈഡിൽ കുറച്ച് എഴുത്തുകൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സൈഡിൽ ഫുള്ള് എനിക്ക് ആ ഒരു റെഡ് പ്ലെയിൻ ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല ക്യൂട്ടായിട്ടുള്ള പൗച്ചിവിടെ റെഡി ആയിട്ടുണ്ട്. കുറേ വെട്ടലും ഒക്കെ കാണുമ്പോൾ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊക്കെ തോന്നും, പക്ഷേ വളരെ സിമ്പിളാണിത്. ഇനി നമുക്ക് കുറച്ച് സ്റ്റിക്കേഴ്സും കൂടി സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ കട്ട് ചെയ്തിട്ടുള്ള ആ ഒരു സിബ് ലോക്ക് കവറിൽ നിന്ന് തന്നെയാണ് ഞാൻ സ്റ്റിക്കേഴ്സ് എടുക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഞാൻ സ്ലേറ്റ് വാങ്ങിച്ചപ്പോൾ കിട്ടിയിട്ടുണ്ടായ സിബ് ലോക്ക് കവറാണെന്ന്. സോ അതിലുള്ള ആ ഒരു സ്റ്റിക്കേഴ്സ് ബാക്ക് ടു സ്കൂൾ ക്രാഫ്റ്റിന് പറ്റിയതായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ നിന്നും കുറച്ച് സ്റ്റിക്കേഴ്സ് ഇതിൽ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വൈറ്റ് റൈറ്റിങ്സ് ഒട്ടും കാണാത്ത രീതിയിലാണ് ഈ ഒരു പെൻസിൽ സ്റ്റിക്കർ ഞാൻ ഇതിലേക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ സ്റ്റിക്ക് ചെയ്യാനായിട്ട് ഫെവിക്കോൾ തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എനിക്ക് സ്റ്റിക്ക് ആവും ഇല്ലയെന്നൊക്കെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു, പക്ഷേ സ്റ്റിക്ക് ആവുന്നുണ്ട് കേട്ടോ. ഇപ്പോഴല്ലേ ഈ ഒരു ഗ്ലൂ ഗണ്ണും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായത്. പണ്ടൊക്കെ ഈ ഒരു ഫെവിക്കോൾ തന്നെയായിരുന്നു നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടായത്. ഇനി സ്റ്റിക്ക് ആവാൻ ബുദ്ധിമുട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഓവർനൈറ്റ് ബെഡിൻ്റെ അടിയിലൊന്ന് വെച്ചുകൊടുത്താൽ മതി. ഇത് ഓൾറെഡി സ്റ്റിക്ക് ആയിട്ടുണ്ടെങ്കിൽ ഞാനൊന്ന് ബെഡിൻ്റെ അടിയിൽ വച്ചിട്ടുണ്ടായിട്ടോ. കണ്ടില്ലേ, നല്ല അടിപൊളി ക്യൂട്ടായിട്ടുള്ളൊരു പൗച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുറച്ച് സ്റ്റിക്കേഴ്സ് കൂടി വന്നപ്പോഴാണ് ഈ ഒരു പൗച്ച് കൂടുതൽ ഭംഗിയായിട്ട് എനിക്ക് തോന്നിയത്. അപ്പോൾ ഇനി സിബ് ലോക്ക് കവറൊക്കെ കിട്ടുന്ന ടൈമിൽ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നെക്സ്റ്റ് ക്രാഫ്റ്റിലേക്ക് പോവാം. നെക്സ്റ്റ് ക്രാഫ്റ്റ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നതൊരു ക്യൂട്ടായിട്ടുള്ളൊരു മിനി നോട്ട്ബുക്കാണ്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് ഫസ്റ്റ് ചന്ദ്രിക സോപ്പിൻ്റെ കവറാണ്. അപ്പോൾ നമ്മുടെ നോട്ട്ബുക്കിന് കവർ പേജ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സോപ്പ് കവർ യൂസ് ചെയ്തിട്ടുള്ളത്.
അപ്പോൾ ഇതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ തീപ്പെട്ടിയുടെ കവറൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ വരുന്ന ആ ഒരു പ്രിൻ്റ് എനിക്ക് നല്ല ഇഷ്ടമായി. അപ്പോൾ ഞാൻ അത് കവർ പേജായിട്ട് കൊടുത്തിട്ട് ആ ഒരു പ്ലാസ്റ്റിക് കോട്ട് വരുന്ന ഭാഗം ഉള്ളിലേക്കായിട്ട് കൊടുക്കാമെന്ന് വെച്ചു. ഇത് നമ്മുടെ കമ്പനിയുടെ ലെറ്റർ പാഡാണ്. അത്യാവശ്യം നല്ല കട്ടിയുള്ളൊരു പേപ്പറാണ് കേട്ടോ. നമുക്ക് ഡ്രോയിങ് ഒക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു പേപ്പറാണ്. അപ്പോൾ അത് ഞാൻ ഈ ഒരു സോപ്പ് കവറിൻ്റെ ഒരു സൈഡിലെ അളവ് മെഷർ ചെയ്തിട്ട് ഇതുപോലെയൊക്കെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ 2 പേജസ് ഒരുമിച്ച് വരുന്ന രീതിയിലാണ് ഞാൻ കട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് വീഡിയോയിൽ കണ്ടാൽ മനസ്സിലാവും. നമ്മൾ പറയുന്നതിനേക്കാളും കൂടുതൽ വീഡിയോ കണ്ടിരിക്കുമ്പോൾ മനസ്സിലാവും. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് എന്നെ കാണാം. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. കണ്ടില്ലേ? അപ്പോൾ ഇതുപോലെ 4 പേജസ് അടങ്ങുന്ന 10 സെറ്റുകളാണ് ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഈ 4 പേജസ് എന്ന് ഉദ്ദേശിച്ചതിൽ 2 പേപ്പർ കൂടുന്നതാട്ടോ ഒരു പേജിൽ നിന്നായിട്ട് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അതുപോലത്തെ 10 സെറ്റുകളാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി നല്ല രീതിയിലൊന്ന് ഗം അപ്ലൈ ചെയ്ത് കൊടുക്കുക. സൈഡിലേക്കും കുറച്ചും കൂടി ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം. എന്നാലാണ് ഉള്ളിൽ വച്ചേക്കുന്ന പേപ്പേഴ്സൊക്കെ സ്റ്റിക്കായി കിട്ടുള്ളൂ. അതല്ലെങ്കിൽ ഈ 2 പേജൊക്കെ ആയിട്ട് സ്റ്റിക്ക് ചെയ്യേണ്ടി വരും കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ സോപ്പ് കവർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ അളവിലൊരു പേപ്പർ കട്ട് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഒരു പോർഷനിൽ കുറച്ച് ഫോൾഡിങ് വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ അത് സ്റ്റിക്ക് ആവുന്നതിന് മുമ്പ് തന്നെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ആ ഒരു ടൈമിൽ നമ്മുടെ നോട്ട്ബുക്ക് ഇവിടെ സ്റ്റിക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് സെൻറ്ററിലേക്ക് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. കണ്ടില്ലേ? ഇത്ര പേജസ് കട്ട് ചെയ്തിട്ട് പോലും ആ ഒരു സെൻറ്റർ ഫുള്ളായിട്ടില്ല. ഒരുപാട് ടൈം എടുത്തിട്ടാട്ടോ ഇത്രയും പേപ്പർ ഞാൻ കട്ട് ചെയ്തത്. അപ്പോൾ ഇത്രയും പേപ്പറിൽ ഞാനിവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. ഇൻഷാ അല്ലാഹ് ടൈം കിട്ടുന്നതിനനുസരിച്ചിട്ട് ബാക്കിയുള്ള സ്പേസും കൂടി ഞാനത് ഫുൾഫിൽ ചെയ്ത് കൊടുക്കും. കാരണം എനിക്ക് അത്രയും ഇഷ്ടമായിട്ടോ ഈ ഒരു ക്യൂട്ടായിട്ടുള്ള നോട്ട്ബുക്ക്. അത്യാവശ്യം നല്ല പേജസൊക്കെ കൊള്ളുന്നതാണ്. നമുക്കൊരു സ്കെച്ച് ബുക്കൊക്കെ ആയിട്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു പോക്കറ്റ് ഡയറി ആയിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ മിനി നോട്ട്ബുക്ക് എന്നൊന്ന് എഴുതി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായിട്ടാണ് യൂസ് ചെയ്യാൻ താല്പര്യം അതായിട്ട് യൂസ് ചെയ്യാം. നമുക്കൊരു ടു ഡു ലിസ്റ്റ് ആക്കണോ, മെമോ പാഡ് ആക്കണോ, എല്ലാം ചെയ്തെടുക്കാം കേട്ടോ. ഇനിയും ഒരുപാട് പേജസ് ഇതിൽ സ്റ്റിക്ക് ചെയ്ത് വയ്ക്കാൻ പറ്റും. ഇൻഷാ അല്ലാഹ് അതൊക്കെ ഒന്ന് ചെയ്തെടുക്കണം. ഇനി നമ്മുടെ ഈ ഒരു നോട്ട്ബുക്ക് കുറച്ച് ക്യൂട്ടാക്കണ്ടേ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു സ്റ്റിക്കറും കൂടി ഫ്രണ്ടിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു ക്യൂട്ട് പെൻഗ്വിനാണ്. ഇതെല്ലാം നമ്മുടെ കളിക്കുടുക്കയിൽ നിന്ന് കട്ട് ചെയ്താട്ടോ. നെക്സ്റ്റ് ക്രാഫ്റ്റ് ചെയ്യുന്നത് ഈ ഒരു പേപ്പർ തന്നെ യൂസ് ചെയ്തിട്ട് ഒരു സ്റ്റിക്കി നോട്ട്ബുക്കാണ്. സ്റ്റിക്കി നോട്ട്ബുക്കായിട്ടോ മെമോ പാഡൊക്കെ ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒരു തുലിപ്പാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇനി കട്ട് ചെയ്ത് കഴിയുമ്പോൾ തുലിപ്പാവോ എന്താവോ എന്നൊന്നും അറിയില്ല. ഏകദേശം ഒരു തുലിപ്പിൻ്റെ ഇതൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു മുകൾ പോർഷനിൽ മാത്രമായിട്ട് കുറച്ച് ഗമ്മ മതി കേട്ടോ. ഇത് കൂടിപ്പോയി, കുറേ ഗമ്മൊക്കെ ഞാൻ മാറ്റി കളയുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ കുറച്ച് ഗമ്മ മാത്രം അപ്ലൈ ചെയ്യുക. അപ്പോൾ കുറച്ച് പേജസായിട്ട് ഞാൻ എടുത്തിട്ടുള്ളൂ. ഇനി ഒരു പേപ്പർ ക്ലിപ്പ് യൂസ് ചെയ്തിട്ട് ഇത് ക്ലിപ്പ് ചെയ്ത് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്റ്റിക്കായി കിട്ടും. അപ്പോൾ സ്റ്റിക്കാവുന്നതിന് മുമ്പാണ് ഈ ഒരു പെയിൻറ്റിങ് ചെയ്യേണ്ടത്. പക്ഷേ സ്റ്റിക്കായി കഴിഞ്ഞപ്പോഴാട്ടോ ഞാൻ ഓർത്തത്. പക്ഷെ കുഴപ്പമില്ല, ഇതുപോലെ വാട്ടർ കളർ യൂസ് ചെയ്തിട്ട് ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. ഓരോ പേജസും ഇതുപോലെ ജസ്റ്റ് ഒന്ന് പൊക്കിയിട്ട് പെയിൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഈ ഒരു പെയിൻറ്റിങ്ങിനൊക്കെ വാട്ടർ കളർ നല്ല രസമാണ് കേട്ടോ ചെയ്യാനായിട്ട്. ഇനി നമുക്ക് ഈ ഒരു സ്റ്റിക്കി നോട്ട് സ്റ്റിക്ക് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടൊരു ചെറിയ കാർഡ്ബോർഡ് പീസിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ മോൾക്ക് സോക്സ് വാങ്ങിച്ചപ്പോൾ എന്തോ കിട്ടിയിട്ടുള്ളൊരു ക്യൂട്ടായിട്ടുള്ളൊരു പേപ്പറാണിത്. അപ്പോൾ ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ ഞാൻ സൂക്ഷിച്ച് വെക്കാറുണ്ട്. ഇങ്ങനെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാമല്ലോ. അപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ സ്റ്റിക്കി നോട്ട്ബുക്കെന്നും അതുപോലെ അതിൻ്റെ ഉള്ളിലായിട്ട് നമ്മുടെ ചാനലിൻ്റെ പേര്, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊക്കെ എപ്പോഴും പറയുന്ന പോലെ തന്നെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അത് മറക്കാണ്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഈ സ്റ്റിക്കി നോട്ട്ബുക്ക് ഇവിടെ വർക്കിംഗ് ആണ്, കണ്ടില്ലേ? അപ്പോൾ ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട്. ഇനി നമ്മുടെ ലാസ്റ്റ് ക്രാഫ്റ്റിലേക്ക് പോവാം കേട്ടോ. ഇത് നമ്മുടെ ടേബിൾ എപ്പോഴും നീറ്റായിട്ടിരിക്കാൻ വേണ്ടി യൂസ് ആക്കാൻ പറ്റുന്നൊരു കുട്ടി ട്രാഷ് ബിന്നാണ്. അപ്പോൾ ഒരു സിറപ്പിൻ്റെ ബോക്സാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു 2 കാർഡ്ബോർഡ് പീസ് ഉള്ളിലേക്ക് ആക്കിയിട്ട് ഞാൻ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് മൊത്തത്തിൽ നമ്മുടെ ഒരു വൈറ്റ് പേപ്പർ അത് യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു വൈറ്റ് പേപ്പറിന് പകരമായിട്ട് നിങ്ങൾക്ക് കളർ പേപ്പറും യൂസ് ചെയ്യാവുന്നതാണ്.
അതല്ലെങ്കിൽ പഴയ ബുക്കിൻ്റെ പേപ്പറൊക്കെ ഇതിന് വേണ്ടിയിട്ട് യൂസ് ആക്കാം കേട്ടോ. അപ്പോൾ കമ്പനിയിൽ നിന്ന് വേസ്റ്റ് വന്നിട്ടുള്ള ഈ ഒരു പേപ്പറിലാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് പേപ്പറാണോ വേസ്റ്റായിട്ട് അവൈലബിൾ ആവുന്നത് അത് യൂസ് ചെയ്തിട്ട് ചെയ്യാം. പിന്നെ ഇതുപോലെ കുറച്ച് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഈ ഒരു ബോക്സ് ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം. അപ്പോൾ പേപ്പർ സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോഴും നല്ലത് നമ്മുടെ ഫെവിക്കോൾ തന്നെ കേട്ടോ. അപ്പോൾ സിമ്പിളായിട്ടുള്ളൊരു ക്രാഫ്റ്റാണ്. കുട്ടികളുടെ ടേബിളിലും അതുപോലെ തന്നെ ക്രാഫ്റ്റൊക്കെ ചെയ്യുന്ന എല്ലാവരുടെ ടേബിളിലും ഇതുപോലൊരു ഐറ്റം മസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സംഭവമാണ്. ഇനി നമുക്കിതിൻ്റെ മുകളിലൊരു ഹോൾഡ് ചെയ്യാൻ പറ്റുന്നൊരു സംഭവം കൂടി സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ ഒരു പേപ്പർ ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിക്ക് ചെയ്തെടുക്കുക. പിന്നെ ജസ്റ്റ് ഒന്ന് വളച്ചിട്ട് ഇതുപോലെ ആക്കി ഇതിൻ്റെ 2 സൈഡിലായിട്ട് ഗം അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ഈ ഒരു ബോക്സിൻ്റെ മുകൾ പോർഷനിലേക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കുറച്ച് കട്ടിക്ക് വേണ്ടിയിട്ടാട്ടോ ഒരു 2-3 ഫോൾഡ് ആക്കിയിട്ട് ഈ ഒരു പേപ്പർ എടുത്തത്. കണ്ടില്ലേ, ക്യൂട്ടായിട്ടുള്ള ട്രാഷ് ബിൻ റെഡി ആയിട്ടുണ്ട്. ഇനി ഒന്നുകൂടി ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്ന് വാട്ടർ കളർ യൂസ് ചെയ്തിട്ട് കളർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കളർ പേപ്പർ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. മുകളിൽ കൊടുത്തേക്കുന്ന ആ ഒരു ഹോൾഡ് ചെയ്യണ പോർഷൻ ഉണ്ടല്ലോ, അത് വൈറ്റായിട്ട് തന്നെ അങ്ങനെ തന്നെ കീപ്പ് ചെയ്തേക്കാണ്. ഇനി ജോക്കറിൻ്റെ ഒരു സ്റ്റിക്കറും കൂടി സ്റ്റിക്ക് ചെയ്തിട്ട് യൂസ് മീ എന്നൊന്ന് എഴുതി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് എഴുതിയത് ഓപ്പോസിറ്റ് സൈഡിലായി പോയി. എന്നാലും കുഴപ്പമില്ല, നമ്മൾ ടേബിളിൽ വയ്ക്കുമ്പോൾ ഈ ഒരു സൈഡ് ഫ്രണ്ടിലായിട്ടായിട്ട് വയ്ക്കാം. ഇത് ഓപ്പൺ ചെയ്യുന്ന ഭാഗം ഈ ഒരു ഭാഗത്തായിട്ട്. ഇതിന് മുന്നേ ഞാൻ അത്യാവശ്യം വലിപ്പമുള്ള ഈ ഒരു ട്രാഷ് ബിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊരു സെപ്പറേഷൻ വരുന്നുണ്ട്, പ്ലാസ്റ്റിക് വേസ്റ്റും പേപ്പർ വേസ്റ്റും ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് കാണാത്തവർക്കായിട്ട് മുകളിൽ ഐക്കാർഡിൽ കൊടുത്തേക്കാം. എല്ലാവരും ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുള്ളത് 5 ബാക്ക് ടു സ്കൂൾ DIYs ആണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് യൂസ്ഫുള്ളായിട്ട് തോന്നുകയാണെങ്കിൽ മറ്റുള്ളവരിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ തരുന്ന ഓരോ സപ്പോർട്ടാണ് നമ്മളെപ്പോലുള്ള ക്രിയേറ്റേഴ്സിന് കൂടുതൽ വീഡിയോസൊക്കെ ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ എന്ന് പറയുന്നത്. കണ്ടില്ലേ, നമ്മുടെ ക്യൂട്ടായിട്ടുള്ള മിനി നോട്ട്ബുക്കും സ്റ്റിക്കി നോട്ടൊക്കെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ പൗച്ചിലേക്ക് ഇതൊക്കെ ഒന്ന് ഇട്ടിട്ട് വേണം സ്കൂളിലേക്ക് പോകാനായിട്ട്. അപ്പോൾ എല്ലാവർക്കും എന്നാണ് സ്കൂൾ തുറക്കുന്നത്? ജൂൺ 1 തന്നെ തുറക്കുമോ? ചിലവർക്ക് ജൂൺ 5 ചിലർക്ക് ജൂൺ പകുതിയായിരിക്കും. എസ്പെഷ്യലി KG സ്റ്റുഡൻസിനൊക്കെ. അപ്പോൾ എല്ലാവരും ഒന്ന് അതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത് പറയണേ. മുമ്പുള്ള വീഡിയോസിലേക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 2K ഫാമിലി ആവുന്ന ടൈമിൽ നമ്മുടെ ചാനലിലൊരു ഗിവ് അവേ വന്നിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ എല്ലാവരും അതിന് വേണ്ടിയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു പാർട്ടിസിപ്പേഷൻ കൊടുക്കുന്നത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി മാത്രമാണ്. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കാം കേട്ടോ. ഇനിയും ഈ ഒരു ചാനലിൽ ബാക്ക് ടു സ്കൂൾ ക്രാഫ്റ്റുകൾ വരാനിരിക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്ന തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.